സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പറന്നുപോയ കിളികളൊന്നും ഇതുവരെ കൂടണഞ്ഞിട്ടില്ല. അതുപോലെ കിളി പറക്കുന്ന ഒരു സിനിമയാണ് കഴിഞ്ഞ ദിവസം OTT-ൽ കണ്ടത്. സംഭവം അധ്യായം 1. മലയാളത്തിൽ ഇതുപോലൊരു സിനിമ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സിനിമ നമ്മൾ കണ്ടിട്ട് ഇതിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഒരുപാട് ടൈമും കാര്യങ്ങളും ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ട് ഇപ്പം നടക്കുന്നത് എന്താണ്, പഴയതേതാണ്, ആകെ കൂടി മൊത്തത്തിൽ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലെ മൊത്തം കിളിയും പറന്നു പോകും. അതുപോലത്തെ ഒരു ത്രില്ലർ മൂവിയാണിത്. ജിത്തു സതീശൻ മംഗലത്താണ് ഈ സിനിമ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, കിഡിലൻ മേക്കിംഗ് ആണ്. ചില വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൗണ്ട് ക്വാളിറ്റിയും നല്ല അടിപൊളിയാണ്. ഈ സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ, കേരള പോലീസിലെ 3 ഉദ്യോഗസ്ഥർ ഒരു ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. അവിടെ ഒരു പോലീസുകാരന്റെ ഒരു ഡെഡ് ബോഡി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ അന്വേഷണമായിട്ട് ആ ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. ആ ഫോറസ്റ്റ് ആണെങ്കിൽ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞൊരു ഫോറസ്റ്റ് ആണ്. അവിടെ ഒരു കാക്കയുടെ തലയുള്ള ഒരു രൂപമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. പിന്നെ എങ്ങനെ അവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങും, എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിലെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലിയാണ് നായകനായിട്ട് വരുന്നത്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അതുപോലെ തന്നെ വിനീത് കുമാറിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെന്തിൽ കൃഷ്ണ, അസീം ജമാൽ എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റ് താരങ്ങൾ. അവരും കിട്ടിയ റോള് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഗുഡ്വിൻ തോമസ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കിഡിലെ മ്യൂസിക് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് സിനിമയിൽ. നവീൻ നാജോസ് ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന. കിഡിലെ വിഷ്വൽസ് ആയിരുന്നു കേട്ടോ. വിഷ്വൽസ് ഒക്കെ ഒരു രക്ഷയില്ല. അരുൺ പ്രകാശിന്റെ എഡിറ്റിംഗും എടുത്തു പറയേണ്ടതാണ്. ഓരോ ടൈം ലൈനിൽ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ നല്ല രസമായിട്ടാണ് പുള്ളി മിക്സ് ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മിസ്റ്റീരിയസ് ത്രില്ലർ മൂവീസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ കണ്ട് കിളി പറത്താൻ പറ്റിയൊരു സിനിമ തന്നെയാണ് സംഭവം അധ്യായം 1. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഗംഭീര ഒരു സിനിമ തന്നെയാണ്.